ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബി ജെ പിയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. ബി ജെ പിയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, എൽ ഡി എഫും യു ഡി എഫും. പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ? അത് ആ ഗോത്ര സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ എൽ ഡി എഫും യു ഡി എഫും അപമാനിച്ചിരിക്കുകയാണ്, അവരെ പരിഹസിച്ചിരിക്കുകയാണ്, അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ? ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും സി പി എമ്മും അപമാനിച്ചിരിക്കുക. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ബി ജെ പിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരു കടയിൽ നിന്ന് ആരോ ഒരാൾ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി. ഉടനെ പറയാണ് ബി ജെ പിക്കാർ ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു FIR ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ബി ജെ പിക്കാർ കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വസ്തുതയുമില്ലാത്ത ഒരു കാര്യം. ഇന്നലെ സിദ്ദിഖാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത്. സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട്, ആദിവാസി ഗോത്ര സമൂഹത്തോട് അടങ്ങാത്ത പകയാണ്. അവരെ അപമാനിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ആരോപണം ബി ജെ പിക്കെതിരെ ഉള്ളതല്ല. ഇത് ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ വ്യക്തിത്വത്തെ, അസ്തിത്വത്തെ, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അവരോട് മാപ്പ് പറയാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറാവണം. തെരഞ്ഞെടുപ്പ് നാളെ കഴിയും. പക്ഷേ ഈ ഒരു കളങ്കം പാവപ്പെട്ട ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ മേലെ എന്തിനാണ് ചാർത്തുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നിങ്ങൾ ആദിവാസികളെയും ഗോത്ര സമൂഹത്തെയും വഞ്ചിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അവരെ അപമാനിക്കുകയാണ്. 200 രൂപയുടെ കിറ്റ് കൊടുത്താൽ അവർ വോട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അങ്ങേയറ്റം വേദനാജനകമായ ഒരു ആരോപണമാണ് ആദിവാസി ഗോത്ര സമൂഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വളരെ തെറ്റായ ഒരു പ്രചരണമാണ്. ഈ നാട്ടിലെ വോട്ടർമാർ, ആദിവാസി ഗോത്ര സമൂഹം അതിന് തക്കതായ മറുപടി നൽകും. പിന്നെ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ജയിക്കും എന്ന് പറഞ്ഞ് നടന്നവരുടെയൊക്കെ ആത്മവിശ്വാസം പോയിരിക്കുകയാണ്. അതാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാൻ കാരണം. കോൺഗ്രസ് ഇത്ര വെപ്രാളം കാണിക്കുന്നതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായ ജനവികാരം വയനാട്ടിൽ അലയടിക്കുന്നു. എവിടെ ചെന്നാലും ആൾക്കാർ പറയുകയാണ് രാഹുൽ വയനാടിനെ വഞ്ചിച്ചു. അമേഠിയിലെ വീട് പെയിൻ്റ് അടിക്കുകയാണ് രാഹുൽ ഗാന്ധി. 26-ാം തീയതി വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് പോകും. ഇതൊക്കെ ഇവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിരാശയിൽ നിന്ന് ഉയർന്നതാണ് ഈ ആരോപണം. ഇതെല്ലാം വെറും ആരോപണങ്ങളാണ്. ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ എല്ലാം വാർത്തകളും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രചാരണവും വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ബത്തേരിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ആണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അതിനുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കൊടുക്കണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇത്, എന്തിനെയാണ് ഇത് ബി ജെ പിന്ന് കണക്ട് ചെയ്യുന്നത്? എങ്ങനെ ബി ജെ പി? ഞാൻ ചോദിക്കട്ടെ, ഒരാൾ അരിയും പഞ്ചസാരയും പപ്പടവും വാങ്ങിയാൽ ഉടനെ ബി ജെ പി, എങ്ങനെ നിങ്ങൾ ബി ജെ പി ഇതിന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എന്തുകൊണ്ടാണ് അത് ആദിവാസികൾ പ്രതികരിക്കുകയാണ്? ഏതോ കടയിൽ നിന്ന് ആരോ ഒരാൾ പഞ്ചസാരയും പപ്പടവും വാങ്ങി, അതുമായി ബി ജെ പിക്ക് ബന്ധമില്ല എന്നതടക്കമാണ് സുരേന്ദ്രന്റെ വിശദീകരണം.